ഐ-ലീഗ് കിരീട പോരാട്ടത്തിൽ ഗോകുലം കേരളയ്ക്ക് വൻ തിരിച്ചടി. ഇന്ന് കോഴിക്കോട് വെച്ച് നടന്ന മത്സരത്തിൽ മുഹമ്മദ് അൻസിനോട് ഗോകുലം കേരള പരാജയപ്പെട്ടു. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു മുഹമ്മദ് അൻസിനോട് ഗോകുലം അടിയറവ് പറഞ്ഞത്. അവസാന മിനിറ്റിലാണ് ഗോകുലം പരാജയം ഏറ്റുവാങ്ങിയത്. തുടക്കത്തിൽ 2 ഗോളുകൾക്ക് മുന്നിലെത്തിയ മുഹമ്മദ് അൻസിനെതിരെ ഗോകുലം മികച്ച തിരിച്ചുവരവ് നടത്തി. 16-ാം മിനിറ്റിൽ ഹെർണാണ്ടസിന്റെ ഗോളിലൂടെ മുഹമ്മദ് അൻസ് ആദ്യ ലീഡെടുത്തു. 23-ാം മിനിറ്റിൽ അലക്സിസ് ഗോമസിന്റെ ഗോളിൽ മുഹമ്മദ് അൻസ് ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കും മുൻപ് ഗോകുലം ഒരു ഗോൾ മടക്കി. ഇഞ്ചുറി ടൈമിൽ ഒരു സോളോ ഗോളിലൂടെ നൗഫൽ ഗോകുലത്തെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 2-ാം പകുതിയിൽ 65-ാം മിനിറ്റിൽ കൃഷ്ണയുടെ ഗോളിലൂടെ ഗോകുലം കേരള സമനില കണ്ടെത്തി. കളി സമനിലയിലേക്ക് പോകുന്ന സമയത്ത് ഇഞ്ചുറി ടൈമിൽ ഗോകുലം കേരളയുടെ ഡിഫൻസീവ് എറർ മുതലെടുത്ത മുഹമ്മദ് അൻസ് ലാൽ ഹസൻകയിലൂടെ വിജയ ഗോൾ നേടി. ഈ ജയത്തോടെ മുഹമ്മദ് അൻസ് 38 പോയിന്റുമായി ലീഗിൽ ഒന്നാമതെത്തി. ഗോകുലം 32 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. ലീഗിൽ ഇനി 6 മത്സരങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നിരിക്കെ ഇന്നത്തെ തോൽവി ഗോകുലം കേരളയുടെ കിരീട പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.